ഈ പോരാട്ടം കടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പോരാട്ടം കടുക്കും. കാരണം 2019 സാഹചര്യത്തിൽ നിന്ന് അല്പമൊക്കെ വേറിട്ട സാഹചര്യമാണ് 2024 രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായും എതിരാകാൻ സാധ്യതയുള്ളത് സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി സർക്കാർ വിരുദ്ധ തരംഗം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതും ഇത്തരം സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് തന്നെ വരും. അതിനകത്ത് പിന്നെയുള്ളൊരു കാര്യം ഈ ലീഗിൻ്റെ പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ കോഴിക്കോട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കോൺഗ്രസ്സിന് കോഴിക്കോടാണല്ലോ ഒരു സാധ്യതയുള്ളത്. വയനാട് എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥിതിക്ക് അവരവിടെ ഒരു ക്ലെയിം വെക്കില്ല. കോഴിക്കോട് MK രാഘവൻ തുടർച്ചയായി വിജയിക്കുകയും രാഘവന് അവിടെ വലിയൊരു ജനപിന്തുണയുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ള ഘടകം കൂടി കണക്കിലെടുക്കുമ്പോൾ പിന്നെ മത്സരിക്കാൻ കൊടുക്കാൻ പറ്റുന്നൊരു സീറ്റ് എന്ന് പറയുന്നത് വടകരയാണ്. വടകരയിൽ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ശക്തമായി നിൽക്കുന്നുണ്ട്. അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇക്കുറി എന്തായാലും ലീഗ് അത്തരത്തിലൊരു കടുംപിടുത്തം പിടിക്കുമെങ്കിൽ കൂടിയും അവർക്ക് അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല.